ഗ്യാൻവാപ്പി വിഷയത്തിൽ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനി, അദ്ദേഹത്തിനെതിരെ ഇരിക്കുന്നത് BJP പ്രവർത്തകയായ അഡ്വക്കേറ്റ് നൂപുർ ശർമ്മ. നൂപുർ ശർമ്മയുടെ വിശ്വാസത്തെയും ആരാധനയെയും ഒരു കാര്യവുമില്ലാതെ മതത്തിന്റെ പേരിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോൾ നൂപുർ ശർമ്മയും തിരിച്ച് പ്രവാചകനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു ആ ചർച്ചയിലേക്ക്. ഒടുവിൽ ആർടി ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ നൂപുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ച് മതവിദ്വേഷം BJP-ക്കാർ കൊണ്ടു നടക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചൊരു കലാപമുണ്ടാക്കുന്നു. കാൺപൂർ നിന്ന് കത്തുന്നു. കാൺപൂരിൽ നൂപുർ ശർമ്മയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ കനയ്യലാൽ എന്ന തയ്യക്കടക്കാരനെ 10 സെക്കൻഡ് കൊണ്ട് ഉടലും തലയും വേർപെടുത്തുന്നു കലാപകാരികളിൽ 2 പേർ. കാൺപൂരിൽ വലിയ രൂപത്തിൽ കലാപം. ശരി, യോഗി ഭരിക്കുന്ന നാടാണല്ലോ. പകല് മുഴുവനും ഇവരഴിഞ്ഞാടി പൊതുനിരത്തുകൾ അടിച്ച് തകർത്ത്, വാഹനങ്ങൾ കത്തിച്ച്, കടകൾ അടിച്ച് തകർത്ത്, കണ്ണിൽ കണ്ടവരെ ഒക്കെ ഇല്ലാതാക്കി. ഒടുവിൽ രാത്രി വിശ്രമിക്കാൻ വേണ്ടി വീടുകളിൽ വന്നപ്പോൾ വീടുകളില്ല. വീടുകളിരുന്ന സ്ഥലത്ത് കുറെ മൺകൂനകൾ മാത്രം. എന്തുപറ്റി? അതെ, അനധികൃതമായി കെട്ടിപ്പൊക്കിയ നിന്റെയൊക്കെ വീടുകൾ നമ്മുടെ ബുൾഡോസർ ബാബ അങ്ങോട്ട് എടുത്തു. എവിടെ പോയി പരാതി പറയും? എന്തോ പറയും? സ്ഥാവരവും പോയി, ജംഗമവും പോയി. ഇവരോട് ഇതേ പറ്റൂ, ഷഠനോട് ഷാഠ്യമേ പറ്റൂ. ഇപ്പോ റെയിൽവേ സ്റ്റേഷനിലെ സ്വത്തുക്കൾ ഈ സോളിഡാരിറ്റി പ്രവർത്തകർ നശിപ്പിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളം തകർക്കുന്നു, ട്രെയിനുകൾ അടിച്ച് തകർക്കുന്നു. അക്രമത്തിൽ 10ഓളം പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. അക്രമം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിർത്തി സുരക്ഷാ സേന ഇറങ്ങുന്നു. സംഭവത്തെ തുടർന്ന് 2 ട്രെയിനുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 5 ട്രെയിനുകൾ വഴി തിരിച്ചുവിടുന്നു. ആക്രമണങ്ങളിൽ ഏതാനും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നു. വാഹനങ്ങൾ നിന്ന് കത്തുന്നു. ജനങ്ങൾ ഭയചകിതരായി ജീവനും കൊണ്ട് നെട്ടോട്ടമോടുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഗവർണർ CV ആനന്ദബോസ് പ്രതിഷേധക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അംതല, സുദി, ധൂലിയാൻ, മുർഷിദാബാദ്, നോർത്ത് 24 പർഗനാസ് ഇവിടങ്ങളിലെയൊക്കെ പ്രശ്നബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അക്രമകാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണം. കരിപ്പൂരിൽ എന്താണോ നടന്നത്, ബംഗാളിൽ എന്താണോ നടന്നത്, ബംഗ്ലാദേശിൽ എന്താണോ നടന്നത്, എല്ലാം അവസാനിക്കുന്നത് ഹിന്ദു വിരുദ്ധതയിലേക്കാണ്. ഈ അക്രമകാരികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കർശന നിർദ്ദേശം ലഭിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിയുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നു. ബംഗാളില് സൈന്യമിറങ്ങിയതുകൊണ്ട് മാത്രം അവിടെ റിസൾട്ട് ഉണ്ടാകുന്നു. അതുവരെ മമതാ ബാനർജി നോക്കി നിന്ന് ആസ്വദിക്കുകയാണ്. അങ്ങനെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കൂടാതെ 24/7 കൺട്രോൾ റൂമും പൊതുജന സഹായത്തിനായിട്ടൊരു പ്രത്യേക ഹെൽപ്പ് ലൈനും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നു. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനെ സംബന്ധിച്ച്. അപ്പോൾ മമതാ ബാനർജി, അല്ല നമുക്ക് സ്നേഹം പോരെ, അതുവരെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കുക, ആസ്വദിക്കുവാണ്. ഏപ്രിൽ 16 കൊൽക്കത്തയിൽ മമതാ ബാനർജി ഇമാമുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ട് പ്രതിഷേധക്കാരോട് സമാധാനം പാലിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാഷ് ഘോഷ് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വിവാദ വഖഫ് നിയമത്തിനെതിരെ വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ ആലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അടിച്ചമർത്താൻ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചവരെ പ്രതിരോധിക്കാൻ സാധിക്കാതെ ട്രെയിനിന് നേരെ കല്ലേറ് നടത്തിയ
പോലീസുമായി ഏറ്റുമുട്ടൽ നടത്തിയ, ബംഗാളിൽ വഖഫ് നിയമം ഞങ്ങൾ പാലിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ശക്തമായ നിയമ സംവിധാനങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിനിടയിൽ ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നു. ഒരു ദിവസം 10 പേരെങ്കിലും മരിക്കണം, ഹിന്ദുക്കളെ കൊല്ലണം, കടകൾ അടിച്ച് തകർക്കണം, കലാപമുണ്ടാക്കണം. നിങ്ങൾ പോലീസും കേസും കോടതിയും ഒന്നുമായിട്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് ലഭിക്കില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ബംഗ്ലാദേശിൽ അവർ ചെയ്ത് വിജയിപ്പിച്ചു കാണിച്ചു, ബംഗാളിൽ ഇവരെ ചെയ്ത് വിജയിപ്പിച്ചു കാണിച്ചു. പിന്നെ എന്തുകൊണ്ട് കോഴിക്കോട് പറ്റില്ല? കേരളത്തിൽ ഇത്രയധികം ജില്ലകൾ ഉണ്ടായിട്ടും ഹമാസ് ഭീകരനായിട്ടുള്ള നേതാവിന് സ്വാഗതം എവിടെയാ കിട്ടിയത്? മലപ്പുറത്താ. ഖാലിദ് മിഷേലിന് ട്രാവൽ ബാനിങ് കിട്ടിയപ്പോൾ നരേന്ദ്രമോദി അയാൾക്ക് ട്രാവൽ ബാൻ കൊടുത്തു. അപ്പോൾ ഓൺലൈൻ വെർച്വൽ മീറ്റിംഗ് കൊടുത്തു. മലപ്പുറത്തിന്റെ മണ്ണ്. പാർലമെന്റിലെ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ SIU വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ കരിപ്പൂർ എയർപോർട്ട് മാർച്ചിൽ തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ എങ്ങനെ ഉയർത്തും? ഒരു മറുപടി പറയണ്ടേ? KT ജലീൽ അടക്കം അതിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മാറ്റമുണ്ട്. സിമി നേതാവിന് പോലും അത് തെറ്റാണ് എന്ന് തോന്നിയല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തി കാണിച്ച ചിത്രങ്ങൾ സൗദി അറേബ്യയിലോ UAE ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യങ്ങളിലോ പൊക്കിപ്പിടിച്ച് പ്രകടനം നടത്താൻ കഴിയുമോ? KT ജലീലിന്റെ ചോദ്യം നമ്മൾ ആവർത്തിക്കുവാണ്, പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി, വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇവരാണ് കരിപ്പൂർ എയർപോർട്ടിൽ വലിയ രൂപത്തിൽ മാർച്ച് നടത്തിയത് വിവാദമാകുന്നത്. ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത്? കൃത്യമായ രൂപത്തിൽ പാസ്സാക്കുന്നു. ആ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവർ ഈ വഖഫ് ബില്ലിനെ എതിർക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത ഒരേ ഒരു സംഘടനയേ ഉള്ളൂ, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യവുമില്ല, മതേതരത്വവുമില്ല, ദേശീയതയുമില്ല. ഇത് മൂന്നും അന്യമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ഹെഡായ അബുൽ അഅ്ല മൗദൂദിയുടെ പ്രസ്താവന, ആമുഖ പ്രസംഗം. അവരുടെ മുഖാവരണം അത് തന്നെയാണ്. അതിന്റെ സൂത്രധാരൻ അദ്ദേഹമാണ് അബുൽ അഅ്ല മൗദൂദി. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും അങ്ങനെ ഇസ്ലാം അധികാരത്തിലെത്താനും അതുവഴി ആത്യന്തികമായി മതരാഷ്ട്രം സ്ഥാപിക്കാനുമാണ് മതസംഘടന എന്നവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നത് സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി. UDF-ലേക്ക് അവർ കടന്നുകൂടി. അതിലൂടെ അവരുടെ ശ്രമം കുറുക്കു വഴിയിലൂടെ അധികാരത്തിലെത്തി പതിയെ പതിയെ ആ മുസ്ലിങ്ങളെ തുടച്ചു നീക്കി ഇസ്ലാമിക സിദ്ധാന്തം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹം ലണ്ടനിൽ വെച്ചാണ് പറഞ്ഞത് എന്ന് മാത്രം. ഇന്ത്യയിൽ മത താല്പര്യം സംരക്ഷിക്കാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഏക മുസ്ലിം മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ശരിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മാധ്യമമായ മുക്കാൽ വണ്ണുമൊക്കെ അതിശക്തമായി CPM-നെയും അതിന്റെ നേതാക്കളെയും ഭത്സിക്കാൻ ശ്രമിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിൽ സംസാരിച്ച നേതാക്കളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവരാണ്. കപിൽ സിബലിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും KC വേണുഗോപാലിന്റെയും K രാധാകൃഷ്ണന്റെയും ഹൈബി ഈഡന്റെയും പ്രസംഗങ്ങൾ നമ്മൾ കേട്ടവരാണ്, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടവരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പോഷക സംഘടനകളും കാണിച്ച വൃത്തികേടുകൾ, മതേതര സംഘടനകളും അവയുടെ നേതാക്കളെയും ശരിക്കും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ചിലത് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും, ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വരാവൂ. എന്താണ് ഇവരുടെ ഭീകരവാദം, എന്താണ് ഇവരുടെ തീവ്രവാദം എന്ന് ജനങ്ങൾക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കണം. നമ്മുടെ നാട്ടില് ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുക, അയ്യോ നമ്മൾ തീറ്റിപ്പോറ്റിയതാണല്ലേ, നമ്മൾ പാല് കൊടുത്ത് വളർത്തിയത് മൂർഖനെയായിരുന്നു എന്നവർ മനസ്സിലാക്കണം. അതിന് നല്ലതാണ് ഇതൊക്കെ സംഭവിക്കട്ടെ. നമ്മൾ പറയുമ്പോൾ നമ്മൾ മതഭീകരര്, നമ്മൾ വർഗീയവാദികള്,
മതം വിട്ടവരെന്തിനാണ് മതത്തെ സംബന്ധിച്ച് പറയുന്നത്? ഇത് ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നതിനെ പിന്തുണയ്ക്കാനും ശരിയല്ല എന്ന് തോന്നുന്നതിനെ വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്.